الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله ഈ കൈ കൊണ്ട് ഇതിന് പേന എവിടെ പെൻസിൽ വേണ്ട നമ്മൾ അംറ വായിബിനെ കുറിച്ച് പറഞ്ഞു. ഖുർആനല്ലത് കഴിഞ്ഞ ദിവസം അംറ വായിബിന് അംറ ഹാലിറാണ്. നമ്മുടെ മുമ്പിലുള്ള ഒരാളോട് കൽപ്പിക്കുക, മുമ്പിലുള്ള ആളോട് കൽപ്പിക്കുക, സ്വന്തമായിട്ട് മറഞ്ഞ ആളുകളോടല്ല, അടുത്തുള്ള ആളുകൾ. അതിനെങ്ങനെയാണ് അതിൻ്റെ രൂപം ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. അതിന് മുമ്പ് ഒരു ഇത് കാണിച്ചു തരാം. കാണുന്നുണ്ടോ? വരുന്നില്ല? സ്ക്രീൻ വന്നിട്ടില്ല. ഇപ്പൊ വന്നില്ലേ? ഇപ്പൊ വന്നില്ലേ? ആ ഗ്രൂപ്പിലിട്ടീന്ന് തന്നെ കാണല്ലേ? ഇത് നമ്മളെ ജെമിനി ഇല്ലേ, ജെമിനിയിൽ ഒന്ന് ഇട്ട് കൊടുത്തപ്പോ ഒരു പോസ്റ്ററാക്കി തന്ന. ചാറ്റ് ജിപിടിയിൽ കിട്ടൂല, അത് അറബി ഒരു തോന്നിയ പോലെ ചെയ്തു. അറബി മലയാളം ഒന്നും ചാറ്റ് ജിപിടി പഠിച്ചു വന്നിട്ടില്ല, പഠിക്കണുള്ളൂ. പെയ്ഡ് എടുത്തേക്കണേ. നോക്കി ഒരു മുലാരിയായ ഫീല് ഇവിടെ നോക്കി. തൻസുറു മുലാരിയായ ഫീലാണല്ലോ അല്ലേ? തൻസുറു. അപ്പൊ അതിനെന്ത് ചെയ്തു വെച്ചാല് നമ്മൾ മുലാറത്തിന്റെ ആ സാധ്യതയായ ലെറ്റർ കളഞ്ഞു. അപ്പൊ എന്തായി? ഇന്നായി സുക്കൂനാണ്. അപ്പൊ മുലാറത്തിന്റെ ലെറ്റർ കളഞ്ഞ് സുക്കൂനാണെങ്കിൽ അവിടെ ഒരു അലിഫ് നമ്മൾ കൊടുക്കണം. ഇപ്പുറത്ത് കണ്ടോ അങ്ങോട്ട്? തുദഹ്രിജു. ആ തൂ എന്നുള്ളത് കളഞ്ഞപ്പോ സുക്കൂനല്ല, ദാലിനിക്ക് ഫത്ഹയാണ്. അപ്പൊ അതിന്റെ അമ്ര നോക്കുങ്ങള്, ദഹ്രിജ്. അതിന്റെ അമ്ര എന്തായി? ദഹ്രിജ് എന്നായി. തുദഹ്രിജ് എന്നുള്ള തൂ കളഞ്ഞു. ഇനി ഇവിടെ നോക്കി, തുഫർരിഹു, അതിൽ തൂ കളഞ്ഞു. അപ്പൊ ഫർരിഹ് ഹർക്കത്തുള്ളത് വേറെ നമ്മൾ അലിഫൊന്നും ചേർത്ത് കൊടുക്കണ്ട. തുഖാത്തിലു, തൂ കളഞ്ഞു. നോക്കി, മുളാറത്തിന് അസ്രം കളഞ്ഞു. ഖാത്തിൽ. തതകബ്ബറു, താ കളഞ്ഞു, ഹർക്കത്താണ് തകബ്ബർ. തതദഹ്റജു, തദഹ്റജ്. ഒരു ദാ അധികം കേട്ടോ, അത് ജെമിനി കണ്ടിട്ടില്ല. അത് മറ്റേതാണ്, അത് മുലാറത്തിന്റെ താ കളഞ്ഞു. മറ്റേത് പിന്നെ അതിലുള്ളതാണ്, അസ്ലിയായ താണ്. തകബ്ബറ യതകബ്ബറു എന്നാണ്. അപ്പൊ തത്തക്കബ്ബറു അത് തത്താ കളഞ്ഞപ്പോ
തക്കബ്ബർ ഹർക്കത്ത് വന്നു. തതദഹ്റജു എന്നുള്ളതിൽ താ കളഞ്ഞപ്പോൾ ത, അപ്പൊ തദഹ്റജ്, ഈ ദാ അധികം കേട്ടോ, ഒരധികം. ഇനി നോക്ക്, ഇവിടെ സുക്കൂനാണ്. അത് മിസ്റ്റേക്ക് ആണെന്ന് തന്നെ പറഞ്ഞേ, ഒരു ദാ അധികമാണ്, ജമിനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. പിന്നെ ജമിനിയുടെ കുഴപ്പം, AI-ന്റെ കുഴപ്പതാണ്. ഒരു എന്താവൂല, അത് റിവ്യൂ ചെയ്യണം. എല്ലാം നമുക്ക് വിരൽ തുമ്പിൽ കിട്ടും, പക്ഷെ ഒരു ഉസ്താദിന്റെ ഒക്കെ നമുക്ക് പഠിക്കുന്ന പോലെ എന്താവില്ല, അത് കിട്ടൂല. തളിരിബു, ഇതിപ്പോ ഇന്നൊരു AI ആണ് ക്ലാസ് എടുക്കണെന്നുവെച്ചെങ്കിൽ ഇന്ന് പാഠം പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മള് സക്കാത്തിന്റെ വിഷയങ്ങളൊക്കെ വന്നപ്പോൾ അതെന്തായി, അതതിൽ വന്നു. AI അല്ലാത്തോണ്ടാണ് വന്നത്. മറ്റേതാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകും. തളിരിബു, ഇവിടെ താ കളഞ്ഞപ്പോൾ എന്താണ്, ലാദാണ്, സുക്കൂനാണ്. അപ്പോൾ ഒരു അലിഫ് കൊടുക്കും, വസിലിന്റെ അലിഫ് കൊടുക്കും. എന്നിട്ട് നമ്മൾ നോക്കും, അയിന് ഫീലിനിക്ക് കസ്റയാണോ ഫത്ഹയാണോ, അയിൻ ഫീലിനിക്ക് കസ്റയാണോ ഫത്ഹയാണോ. കസ്റയാവും ഫത്ഹയുമാണെങ്കിൽ ഈ അലിഫിനിക്കും കസ്റ കൊടുക്കും. വിപ്ലവം. അതുപോലെ ഇനി ലമ്മാണെങ്കിൽ, അയിൻഫീനിക്ക് ലമ്മാണെങ്കിൽ ഈ അലിഫിനിക്ക് ലമ്മു. ഫത്ഹ ആണെങ്കിലും കസ്റാണെങ്കിലും എന്താണ്, ഇലിരിബ് കണ്ട, തളിരിബു എന്നല്ലേ, തളിരിബു. അവിടെ റായിനിക്ക് അയിൻഫീനിക്ക് കസ്റയാണ്, അപ്പൊ ഇലിരിബ് എന്നാണ്. തഅലമു കണ്ടോ, ഇഅലം, അതുണ്ട്. ഒരു ഇപ്പോ അടിക്കണ ആളുടെ കയ്യിൽ വടിയാണത്. ഇവിടെ കണ്ടില്ലേ, എന്തിരി നീ അടിക്ക്, അടി അടിക്കും. ഇവിടെ എൽമ്, തലൻ്റെ ഉള്ളിലൊരു പ്രകാശം. തജിത്തമിഴ്, ഒരുമിച്ച് കൂടുക, ഒരുമിച്ച് കൂടുക. അപ്പൊ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തു നിന്നുള്ള ആളുകൾ ഒരുമിച്ച് കൂടി ഇജ്തമിഴ്. പിന്നെ ഇവിടെ തുഫരിഹു, സന്തോഷിക്കുക, ആളുകൾ സന്തോഷിക്കുന്ന രൂപമുണ്ടല്ലോ. തുകാത്തുരു, യുദ്ധം ചെയ്യുക. തത്തക്കബറു, അഹങ്കരിക്കുക. ഇത് തദഹ്റജ എന്ന് പറഞ്ഞ, തത്തദഹ്റജു എന്ന് പറഞ്ഞ ഉരുണ്ടു എന്നാണ്. അതിവിടെ എന്തോ വേറെന്തോ ചിത്രം കൊടുക്കുന്നത്. ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ തൻസുറു, അവിടെ എന്ത് ചെയ്തു, നൂനിന് സുക്കൂനാണ്, മുദാറത്തിന്റെ അക്ഷരം കളഞ്ഞു, നൂന് സുക്കൂന്, സുക്കൂന് കൊടുത്തു. സുക്കൂനായതുകൊണ്ട് ഒരു അലിഫ് കൊടുത്തു, അലിഫിന് ലം കൊടുത്തു. ഉൻസുർ, ഉൻസുർ. തഫ്തഹു, ഇഫ്തഹ്, തളിരിബു, ഇദ്രിബ്. ഓക്കെ, അയിൻഫീലിന് ലം ആണെങ്കിൽ അലിഫിന് ലം, അല്ലെങ്കിൽ പിന്നെ രണ്ടർക്കത്തല്ലേ ഉള്ളൂ, ഫത്ഹയോ കസ്റയോ. അതാണെങ്കിൽ ഇത് കസ്റയെ കൊടുക്കും. ഇനി നോക്കാം, അയിൻഫീൽ മാറ്റല്ല. അയിൻഫീൽ മാലി ആണെങ്കിലും മുതാരി ആണെങ്കിലും ഒന്ന് തന്നെ വരിക. മുതാരിന്റെ, മുതാരിന്റെ ഇല വരിക. അത് നമ്മള് മുതാരി എന്നാണല്ലോ അമ്ര എടുക്കുന്നത്. നമ്മൾ അമ്ര എടുക്കുന്ന എവിടുന്ന, മുതാരി, മാലി എന്നല്ല. ഇനി നോക്ക്, ഇനി ആ വിഷയമാണ് പറയണത്. നമ്മളിത് മീസാനിൽ പറഞ്ഞു, സ്ക്രീൻ ഞാൻ മാറ്റിയതാണ്, ഞാൻ ഈ കിതാബിന്റെ സ്ക്രീൻ ആക്കിയതാണ്. അപ്പൊ സ്ക്രീൻ കാണുന്നില്ലേ, ഇപ്പൊ കാണില്ലേ, മറ്റേത് മാറ്റിയിട്ട് ഈ സ്ക്രീൻ ഷെയർ ചെയ്താണ്.
ഖബറും മുബ്തദവും അതൊക്കെ എന്ത് ചെയ്യണം, വേർതിരിച്ച് എഴുതണം. വേർതിരിച്ച് പറഞ്ഞാൽ അത് എന്താണ്, മുബ്ത വന്നാൽ എന്താണ് ഖബറല്ലേ വന്നത്, ആ ഖബർ എങ്ങനെ വരണം എന്നുള്ളതൊക്കെ എഴുതണം. അല്ലാതെ വർക്കത്തിന് മൊത്തക്കണക്കിന് തൊട്ട് പോയാൽ പോരാ. ഇവിടെ ഇപ്പോൾ നോക്ക്, ഉന്നതിന് ശേഷം ഖബറ വേണ്ടി സർവത്തീന്ന് ചെയ്തിരിക്കുന്നു, പിന്നെ ഖബറിന് ജറായിരിക്കും. അങ്ങനെ ആലോചിച്ച് സർവത്ത് വായിക്കുന്ന പറഞ്ഞു. അതിന്റെ ഏറാബ് പറയുമ്പോൾ ലാസ്റ്റ് എന്താ കസ്റാക്കണമെങ്കിൽ ജറിന്റെ അക്ഷരം വേണ്ടേ. അപ്പൊ ആലോചിച്ചാൽ കിട്ടൂല. ജറിന്റെ അക്ഷരം ഉണ്ടോ അവിടെ? ജറിന്റെ ആമിലുണ്ടെങ്കിൽ ജെറ് കൊടുക്കുക, ഇല്ലല്ലോ. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അംറുൽ ഹാളിരി, അംറുൽ ഹാളിർ വ അമ്മൽ അംറു ബിസ്സിഗതി, അംറു ബിസ്സിഗ പ്രത്യേകം ഒരു രൂപമുള്ള അംറ്. മറ്റേത് അംറു ഗായിബ് മുദാരി തന്നെയാണ് ശരിക്ക്. അതിന്റെ തുടക്കത്തിൽ ഒരു ലാമ് കൊടുത്തു, കസ്റാക്കപ്പെട്ട ലാം അല്ലേ. ലി യദ്രിബ്, യദ്രിബു എന്നുള്ളതിന്റെ അംറു ഗായിബ് തുടക്കത്തിൽ ഒരു കസ്റാക്കപ്പെട്ട ലാം കൊടുത്തു, ലി യദ്രിബ് എന്നാക്കി. ഇതങ്ങനെയല്ല, ഇത് പ്രത്യേക രൂപമുണ്ട്. ഇതിന് എങ്ങനെ ഒന്നും ഉണ്ടാക്കണം, പുതിയത് ഉണ്ടാക്കണം. മുദാരിയിൽ തന്നെ ഉണ്ടാക്കണ്, പക്ഷെ മുദാരിന്റെ മുദാറത്തിന്റെ അക്ഷരത്തൊക്കെ കളഞ്ഞു, വേറെ കൊണ്ടുവന്നു. കസറ് കൊടുത്തതിൻ്റെ അടുത്ത് കസറ് കൊടുത്തു, ചിലപ്പോൾ കൊണ്ടുവന്നില്ല. സുക്കൂനായതുകൊണ്ട് വേറെ അലിഫിനെ കൊണ്ടുവന്നു, സുക്കൂൻ അല്ലാത്തതുകൊണ്ട് അതേപോലെ തന്നെ നിലനിർത്തി. അവസാനത്തെ എന്ത് ചെയ്തു, സുക്കൂൻ്റെ മേൽ മബിനിയാക്കി. അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ശൈലി, പ്രത്യേക രൂപം ഈ അംറിനിക്കുണ്ട്. അപ്പൊ ഇതിന് അംറു ബിസ്സിഗ എന്നാ പറയാ, ഒരു പ്രത്യേകമായ രൂപം കൊണ്ടുള്ള അംറ്. വഹുവ അംറുൽ ഹാദിർ, അത് അംറു ഹാദിറാണ്. വഹുവ ജാരിൻ, അത് സംഭവിക്കുന്നതാണ്. അലാ ലഫ്ളിൽ മുളാരിഇ, മുളാരിയായ ലഫ്ളിന്റെ മേൽ. അൽ മജ്സൂമി, ജസ്മു വെക്കപ്പെട്ടതായ മുളാരിയായ ലഫ്ളിന്റെ മേൽ. അപ്പൊ ജസ്മു വെക്കപ്പെട്ടതാകുമ്പോൾ റഫ് നീങ്ങിപ്പോവും. അതുപോലെ നൂനിനെ കളയും, ജംഇന്റെ നൂനിനെ കളയും, തസ്നിയാന്റെ നൂനിനെ കളയും. ജമ്മു അന്നസ് നൂൻ അവിടെ ഉണ്ടാവും, നൂനിനെ കളയും. അതൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഒരു മുസ്തഖ് മുളാരിയായ ജസ്മു വെക്കപ്പെട്ടതായ ഒരു ഫീല് എങ്ങനെയാണോ ഉണ്ടാകുന്നത് അതേ രൂപത്തിൽ തന്നെയാണ് ഇതും നടക്കുക. ശ്രദ്ധിക്കണേ. ഇനി ഫൈൻ കാന മാ ഒന്ന് ആയാൽ ബഅദ ഹർഫിൽ മുളാറഅത്തി, മുളാറഅത്തിന്റെ അക്ഷരത്തിനു ശേഷമുള്ളത്, മുളാറഅത്തിന്റെ അക്ഷരത്തിന് ശേഷമുള്ളതായാൽ, എന്തായാൽ മുത്തഹരിക്കൻ, ഹറക്കത്തുള്ളതായാൽ, നമ്മളിപ്പോൾ പറഞ്ഞ ചിത്രം കാണിച്ചതിലുള്ള പോലെ ഹർക്കത്തുണ്ട്. എന്നാൽ ഫതുസ്ഖിതു, നീ കളയണം, മിൻഹു, അതിൽ നിന്ന്, ഹർഫൽ മുളാറഅത്തി, മുളാറത്തിന്റെ അക്ഷരത്തെ കളയാം. എന്നിട്ട് വത്തഅത്തി, നീ കൊണ്ടുവരണം, ബിസൂറത്തിൽ ബാക്കി, ബാക്കിയുള്ള രൂപത്തിനെ മജ്സൂമൻ, ജസ്മു വെക്കപ്പെട്ടതായിട്ട്. ബാക്കി അതേപോലെ കൊണ്ടുവരാം. മുളാറത്തിന്റെ അക്ഷരത്തെ കളയുക, ബാക്കിയുള്ള അതേ രൂപത്തിൽ കൊണ്ടുവരാം. ഫതഖൂലു, നീ പറയും, ഫിൽ അംരി, അംറിൽ, മിൻ തുദഹ്രിജു, തുദഹ്രിജു എന്നുള്ളതിലെ അംറിൽ നീ പറയും ദഹ്രിജ്. ആണോ, ആ തൂ എന്നുള്ളതിനോട് കളഞ്ഞു, തൂന്നുണ്ട് കളഞ്ഞു മാറ്റി. മുളാറത്തിന്റെ അക്ഷരമാണല്ലോ തൂ, അത് കളഞ്ഞു. പിന്നെ അർക്കത്തുണ്ട്, അത് നമ്മൾ ദഹ്രിജ് എന്നാക്കി. നമ്മൾ സർഫാക്കും എങ്ങനെ പറയാ, തുദഹ്രിജു, തുദഹ്രിജാനി, തുദഹ്രിജൂന, തുദഹ്രിജീന, തുദഹ്രിജാനി, തുദഹ്രിജിന എന്നല്ലേ സർഫാക്കുക. അതിൽ ആ ജസ്മ് ചെയ്യുന്ന രൂപത്തിൽ വന്നപ്പോൾ നൂനെ കളഞ്ഞിട്ട് പറയുമ്പോൾ എന്ത് പറയും, തൂന്ന് കളഞ്ഞിട്ട് ദഹ്രിജ്, ദഹ്രിജാ, നൂന് പോയി. ദഹ്രിജു, അവിടെ നൂന് പോയി. ദഹ്രിജീ, നൂന് പോയി. ദഹ്രിജാ, അവിടെ നൂന് പോയി. ദഹ്രിജ്ന. ആണോ, ജസ്മു വെക്കപ്പെട്ട സമയത്ത് എന്തെല്ലാം സംഗതികൾ ഉണ്ടായോ അത് അവിടെയും. ദഹ്രിജ്, ദഹ്രിജ, ദഹ്രിജു, ദഹ്രിജി, ദഹ്രിജ, ദഹ്രിജ്ന. വഹാക്കഥ, ഇപ്രകാരം തന്നെയാണ് ഖിയാസു ഫർരിജ്, ഫർരിജ് എന്നുള്ളതിനെയും ഖാത്തിൽ എന്നുള്ളതിനെയും തകസ്സർ എന്നുള്ളതിനെയും തബാഅദ് എന്നുള്ളതിനെയും തദഹ്റജ് എന്നുള്ളതിനെയും ഒക്കെ അതേ രൂപത്തിലാണ് ചെയ്യുക. അപ്പോ ഫർരിജ്, ഫർരിജ, ഫർരി, അതിന്റെ മുളാരി എന്താ പറയുക, തുഫർരിജ് എന്നാ പറയുക, തുഫർരിജു. അത് നമ്മൾ എന്ത് ചെയ്യും, തൂ കളഞ്ഞു.
ഫായിനിക്ക് ശേഷമുള്ള അക്ഷരമാണ്. ഫായിനിക്ക് ഹർക്കത്തുണ്ട്. അമ്ര അതേപോലെ തന്നെ ഫരിജ്, ഫരിജ, ഫരിജു. ഖാത്തിൽ, തുഖാത്തിലു എന്നുണ്ടാകുക. ഖാത്തിൽ, ഖാത്തില, ഖാത്തിലു, ഖാത്തിലി. പിന്നെ തകസ്സർ, തകസ്സർ, ആ തകസ്സറ, തകസ്സറു, തകസ്സറു എന്നുണ്ടാകുക. തകസ്സറു, ആ തായിനെ കളഞ്ഞു, ഇത് അവസാനം ജസ്മീൻ തകസ്സർ. അപ്പൊ ഇതിന്റെ മുലാരി നമ്മൾ എങ്ങനെയാണോ സർഫാക്കിയത്, അതിന്റെ മുലാറത്തിന് അക്ഷരത്തെ കളയുക, ബാക്കിയുള്ളത് അതേ രൂപത്തിൽ തന്നെ കൊണ്ടുവരിക. തസ്നിന്റെയും ജമ്മിന്റെയും വഹദാ മുഅന്നസിന്റെയും ഒക്കെ നൂനിനെ കളയുകയും ചെയ്യുക. അപ്പോൾ അതെന്തായി, അതിൻ്റെ അമ്രായി. അപ്പോൾ ഇത് എളുപ്പമാണ്. ഹർക്കത്ത് ഉണ്ടെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഒരു ഫീലിൻ്റെ ഇതെടുക്കുകയാണെങ്കിൽ, മുലാരി എടുക്കുകയാണെങ്കിൽ, അതിൻ്റെ അമ്ര എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുലാരി നോക്കിയിട്ട് ഹർക്കത്തുണ്ടോ സിമ്പിളായിട്ട് എടുക്കാം. ഹർക്കത്തില്ലേ സുക്കൂനാണോ, അതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ഇനി നോക്കണേ, വൈൻ കാന സാക്കിനൻ ആണോ. ഇനി മുലാറത്തിന്റെ അക്ഷരത്തിന് ശേഷമുള്ളത് സുക്കൂനുള്ളതായാൽ, സുക്കൂനുള്ളതായി എന്നിട്ട് ഫത്തഹദിഫു, അങ്ങനെ ആയാൽ ഫത്തഹദിഫു നീ കളയണം. മിൻഹുവ, അതിൽ നിന്ന് കളയണം. ഹർഫൽ മുലാറത്ത്, അപ്പോഴും മുലാറത്തിന് അക്ഷരം കളയണം. മുലാറത്തിന് അക്ഷരം നമ്മൾ സുക്കൂനാണെങ്കിലും ശേഷം സുക്കൂനാണെങ്കിലും ഫത്തഹയാണെങ്കിലും കളയുക. എന്നിട്ട് വത്തഅത്തി നീ കൊണ്ടുവരിക ബിസൂറത്തിൽ ബാക്കി, ബാക്കിയുള്ളതിനെ മജ്സൂമൻ, ജസ്മു വെക്കപ്പെട്ടതായിട്ട് തന്നെ കൊണ്ടുവരിക. അതേപോലെ തന്നെ, പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഇവിടെ. മസീദൻ ഫി അവലിഹി, അതിൻ്റെ തുടക്കത്തിൽ സായിദയാക്കപ്പെടണം. തുടക്കത്തിൽ സായിദയാക്കപ്പെടണം. എന്ത്? ഹംസത്തു വസ്ലിൻ മക്സൂറത്തുൻ, കസ്ർ വെക്കപ്പെട്ടതായ വസ്ലിന്റെ ഹംസ. കസ്ർ വെക്കപ്പെട്ടതായത് കൊടുക്കണം. ഈ ചേർത്ത് കൊടുക്കണം. വസ്ലിന്റെ എന്ന് പറയുമ്പോൾ കൂട്ടി പറയുമ്പോൾ പോവും, നഷ്ടപ്പെടും. കത്തിഴിൻ്റെ അല്ല, പോവാത്ത അല്ല, കൂട്ടി പറയുന്ന സമയത്ത് അത് പോണതാണ്. അപ്പോൾ ഒരു കസ്ർ വെക്കപ്പെട്ടതായത് കൊടുക്കുക. എപ്പോഴാണ് കസ്ർ വെക്കപ്പെട്ടതായത് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഐൻഫീല് ഫത്ഹോ കസ്റോ ആണെങ്കിൽ എന്നാണ്. ഇല്ല അയ്യക്കൂന ഐനുൽ മുദാരിഇ മിൻഹു മദ്മൂമൻ, എപ്പോൾ ഒഴികെ മുദാരിഇന്റെ ഐന് ആയാൽ ഒഴികെ, ലമ്മു വെക്കപ്പെട്ടതായാൽ ഒഴികെ. അതിന്റെ മുദാരിഇന്റെ ഐന് ലമ്മു വെക്കപ്പെട്ടതാണെങ്കിൽ അതെന്ത് ചെയ്യുക, അതിന്റെ ലമ്മു കൊടുക്കണം. ഇനി ഫത്ഹോ കസ്റോ ആണെങ്കിൽ കസ്ർ വെക്കപ്പെട്ടു കൊടുക്കണം. ഫതലുമ്മുഹ, അപ്പൊ നീ ലമ്മു കൊടുക്കണം. എപ്പോ ഐൻഫീലിനിക്ക്, മുദാരിന്റെ ഐൻഫീലിനിക്ക് ലമ്മ ആണെങ്കിൽ ഈ അലിഫിനിക്കും നീ ലമ്മു കൊടുക്കണം. ഇത്തിബാ അലിൽ ഐനി, ഐനിനോട് പിന്തുടർന്നുകൊണ്ട്, ഐനിനോട് പിൻപറ്റിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഐനിക്ക് ലമ്മു കൊടുക്കുക. ഫതഖൂലു നീ പറയും, ഉൻസുർ, ഉൻസുറ, ഉൻസുറു. കാരണം യൻസുറു എന്നാണ് അതിന്റെ മുദാരി. മുദാറത്തിന്റെ അക്ഷരത്തെ കളഞ്ഞപ്പോൾ സുക്കൂനാണ്. ഐൻഫീലിന് നോക്കുമ്പോൾ ലമ്മുവാണ്. അപ്പോൾ അലിഫ് കൊടുക്കണം. ആ അലിഫിന് ലമ്മു കൊടുത്തിട്ട് ഉൻസുർ, ഉൻസുറ, ഉൻസുറു, ഉൻസുരി, ഉൻസുറ, ഉൻസുർന ആണ്. അവിടെ ലമ്മു കൊടുത്തു. അപ്പോൾ അതായിരിക്കും ഇപ്രകാരം തന്നെ ഇദ്രിബ്, ഇദ്രിബ് മാത്രം സർവാക്കണം. ഇദ്രിബ് അത് കസ്റ കൊടുത്തത്, കാരണം അതിൻ്റെ ഐൻഫീലിലേക്ക് കസ്റാണ്. ഇദ്രിബ് വഅലം, ഇഅലം അങ്ങനെ തന്നെയാണ്. വഅലം എന്ന് വായിച്ചാണ് നിങ്ങൾ ആ അലിഫ് വാവ് വന്നുകൊണ്ട് ഇടയിൽ വന്നുകൊണ്ട് ആ അലിഫ് ഉച്ചരിക്കൂല. അതാണ് വസ്ലിന്റെ അലിഫ് എന്ന് പറയുന്നത്. വഅലം, വൻഖതിഅ ആണോ, അവിടെയൊക്കെ വസ്ലിന്റെ അലിഫ് കസ്റ കൊടുത്തു. വജ്തമിഅ, വസ്തഖ്രിജ്, അവിടെയൊക്കെ എന്താണ് ഐൻഫീനിക്ക് കസ്റ ആയതുകൊണ്ട് എന്ത് ചെയ്തു, മുദാരിയിലെ ഐൻഫീനിക്ക് കസ്റ ആയതുകൊണ്ട് കസ്റാക്കപ്പെട്ട അലിഫിന്റെ അലിഫ് കൊടുത്തു. ഓക്കെ ആണോ, മനസ്സിലായോ? ക്ലിയർ ആണോ? സുഹൈൽ സാറ്, ഫാറൂഖ് ഭായ്, നീ ചെയ്യ് എന്നുള്ള കൽപ്പന കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ മുദാരിയിൽ നിന്ന്, അസീസ് ക ക്ലിയർ അല്ലേ, അതിൽ നിന്ന് എന്ത് ചെയ്യും, മുദാറത്തിന്റെ അക്ഷരത്തെ കളയും. എന്നിട്ട് സുക്കൂനാണോ ഹർക്കത്തുള്ളതാണോ ശേഷമുള്ളത് നോക്കും. സുക്കൂനാണെങ്കിൽ ഒരു വസ്ലിന്റെ അലിഫ് കൊടുക്കും. ആ അലിഫിനിക്ക് കസ്ർ കൊടുക്കും. എപ്പോ അതിന്റെ ഐൻ ഫീൽഡിക്ക് ഫത്ഹോ കസ്റോ ആണെങ്കിൽ. ലമ്മ് കൊടുക്കും എപ്പോ അതിന്റെ ഐൻ ഫീൽഡിക്ക് ലമ്മാണെങ്കിൽ. ഇനി സുക്കൂനല്ല ഹർക്കത്തുള്ളതാണ് എങ്കിൽ അതിന്റെ ആ മുദാറത്തിന്റെ ഒന്നും കൊടുക്കൂല, മുദാറത്തെ അക്ഷരം കളയും. എന്നിട്ട് അതേപോലെ തന്നെ ജസ്മു വെക്കപ്പെടും. ഏറ്റു പറയും
അപ്പോൾ ഉൻസുർ, ഉൻസുറ, ഉൻസുറു, ഉൻസുരി, ഉൻസുറ, ഉൻസുർന. ഇനി അപ്പോൾ ഇവിടെ വേറൊരു സംശയം വരും. അക്രമ യുക്കിരിമു എന്നാണ്. അക്രമ യുക്കിരിമു. അവിടെ മുലാറത്തിന്റെ അക്ഷരം യു അല്ലെങ്കിൽ തു എന്നുള്ളതിനെ കളഞ്ഞാൽ ഖ് എന്നാണ്. അപ്പൊ അതിന്റെ അമ്ര് നമ്മളിപ്പോ പറഞ്ഞ നിയമപ്രകാരം എന്താ വരിക? ഇക്കിരിം എന്നാണ് അമ്ര് വരിക, ഈ പറഞ്ഞ നിയമപ്രകാരം. പക്ഷെ ഇക്കിരിം എന്നല്ല അമ്ര്, അക്കിരിം എന്നാണ് അമ്ര്. അതെ അതെ അതെ, അക്കിരിം എന്നാണ്. അപ്പൊ അതെന്താ അവിടെ അങ്ങനെ ആയത്? ഈ പറഞ്ഞ നിയമത്തിനെതിരല്ലേ? അതിന്റെ മറുപടി ഇനി പറയണേ. അപ്പൊ ഫതഹു, അവർ ഫത്ഹ് ചെയ്തു. ഹംസത്ത അക്കിരിം, അക്കിരിം എന്നുള്ളതിന്റെ ഹംസക്ക് ഫത്ഹ് ശരിക്കും അത് കെസറല്ലേ കൊടുക്കണ്ട്? നമ്മളിപ്പോ പറഞ്ഞ നിയമപ്രകാരം കെസറ കൊടുക്കണ്ട്. ഫത്ഹ് ചെയ്തു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ബിനാഅൻ, ആ എടുത്തതിന് വേണ്ടിയിട്ടാണ്. അലൽ അസ്ലിൽ മർഫൂം, സങ്കല്പിക്കപ്പെടുന്ന, ഇവിടെ സങ്കല്പിക്കപ്പെടുന്ന ഒരു അസ്ലുണ്ട്, അതായത് അവിടെ ഒഴിവാക്കപ്പെട്ട ഒരു അസ്ലുണ്ട്, അതിന്റെ മേലെടുത്തതിന്. അക്രമ തു അക്കിരിമു എന്ന വരിക. അക്രമ യു അക്കിരിമു ആണ്. പൈന അസ്ല തുക്കിരിമു, തുക്കിരിമു എന്നതിന്റെ അസ്ല് തു അക്കിരിമു എന്നാണ്. അപ്പൊ അതിന്റെ മേൽ പരിഗണിച്ചുകൊണ്ടാണ് അതിന്റെ അസ്ൽ അങ്ങനെയാണ്. അത് നമ്മൾ എന്തായിട്ടില്ല, ഇവിടെ മുലാരിയിൽ അങ്ങനെ സർഫാക്കിയിട്ടില്ല, എന്നാലും അതിന്റെ അസ്ൽ ഇങ്ങനെയാണല്ലോ നോക്കിയിട്ടാണ് അതിന് അക്കിരിം എന്ന് ആലിഫിനിക്ക് ഫത്ഹ കൊടുത്തത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? യുക്രിമൂന്നാണ് നമ്മൾ സർഫാക്കുക. പക്ഷെ അവരൊരു അക്ഷരം അലിഫല്ലേ, ഒരു ഹംസ ഉണ്ടല്ലോ അവിടെ, ആ ഹംസയെ കളഞ്ഞിട്ടാണ് തുക്കിരിമു യുക്കിരിമു എന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ അസലിൽ എന്തുണ്ട്? അക്രമ യു അക്കിരിമു എന്നുണ്ടാകുക. ഏതുപോലെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ എന്തുണ്ട് അതിന്റെ ഇത് സങ്കല്പിക്കുന്നുണ്ടല്ലോ. അല യു ഫഇലു എന്ന് പറഞ്ഞു, കാത്തല യു കാത്തിലു എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെയും അക്രമ യു അക്കിരിമു എന്നാണ് ഉണ്ടാവുക. അതിനെടുത്തതിന്റെ മേൽ പറഞ്ഞതുകൊണ്ടാണ് മുലാറത്തിന്റെ അക്ഷരം കളയുമ്പോൾ പിന്നെ ആ എന്നാണല്ലോ ഉള്ളത്, ഹർക്കത്തുള്ളതാണല്ലോ, അങ്ങനെ നിലനിർത്തിയതാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് മാലിയായ ഭാഗങ്ങൾ പറഞ്ഞു, മുലാരിയും പറഞ്ഞു, അമ്രും പറഞ്ഞു, നെഹിയും പറഞ്ഞു. അമ്ര വായുവും പറഞ്ഞു, അമ്ര ഹാദറും, നെഹി വായുവും നെഹി ഹാദറും ഒക്കെ പറഞ്ഞു. ഇനി ഇവിടെ ഒരു മുസ്തഖബിലായ അല്ലെങ്കിൽ ഒരു ഫീല് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് അമ്രാണോ അതുപോലെ നെഹിയാണോ, അമ്ര തന്നെ അമ്ര വായിബാണോ അമ്ര നെഹി ഹാദറാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. നോക്കാം, ഖുർആൻ കാണിക്കാം. അസീസ്ക ഓക്കെ അല്ലേ? നമ്മൾ മീസാനിൽ പറഞ്ഞ വിഷയം തന്നെയാണ്. അസീസ്ക എവിടെ? ഇപ്പം തുടങ്ങിയിട്ട് തന്നെ ഉള്ളൂ. നമ്മൾ വേറെ ഒരു 10-20 മിനിറ്റ് ആയിട്ട് തന്നെ ഉള്ളൂ ക്ലാസ് തുടങ്ങിയിട്ട്. ക്ലാസ് പറഞ്ഞാൽ പാഠഭാഗം തുടങ്ങിയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതായത് അമ്ര എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഏതൊരു മുലാരിയായ ഫീലിൽ നമ്മൾ എന്ത് ചെയ്യും? അമ്ര ഉണ്ടാക്കണം. അമ്ര ഉണ്ടാക്കുമ്പോൾ മുലാരിയിൽ നിന്ന് ഉണ്ടാക്കുക. അത് ഈ ഒരു നിയമം ഫോളോ ചെയ്യണം. മുലാറത്തിന്റെ അക്ഷരം കളയുക. മുലാറത്തിന്റെ അക്ഷരം കളഞ്ഞിട്ട് അവിടെ എന്താണോ ഹർക്കത്തുള്ളതാണോ എന്നാൽ പിന്നെ അതന്നെ അമ്ര. ഹർക്കത്തുണ്ടെങ്കിൽ ഇപ്പൊ ദഹ്റജ യുദഹരിജു എന്നാണല്ലോ, യു ദഹരിജു. ആ യു എന്നുള്ളത് കളയുമ്പോൾ എന്താ ഉള്ളത്? ദ എന്നാണുള്ളത്. അപ്പൊ ദഹരിജ് എന്നാണ് അതിന്റെ അമ്ര. ഇനി സുക്കൂനാണെങ്കിൽ ഒരു വസ്ലിന്റെ ഹംസ ആദ്യം കൊടുക്കണം. ആ ഹംസക്ക് കസ്റ് കൊടുക്കണം. എപ്പോ? ഐൻ ഫീല് ഫത്ഹോ കസ്റോ ആണെങ്കിൽ. ഐൻ ഫീല് ഫത്ഹോ കസ്റോ ആണെങ്കിൽ ഇഅ്ലം, ഇഫ്അൽ, അങ്ങനെ കൊടുത്തില്ലേ? ഇഅ്മൽ, അങ്ങനെയാണ്. ഇനി ലമ്മാണെങ്കിൽ, ഐൻ ഫീനിക്ക് ലമ്മാണെങ്കിൽ ഈ അലിഫിനിക്ക് എന്ത് ചെയ്യണം? ലം കൊടുക്കണം. ഉൻസുർ, ഉക്തുബ്, ഉഖ്റുജ് എന്ന് പറഞ്ഞു. ഖുർആൻ എടുക്കാം.
കാണുന്നില്ലേ? ഇതാ ഈ സൂറത്ത് നോക്കി, സൂറത്തു നാസ്. ഇതിൽ അമ്രുണ്ട്. ഫസ്റ്റ് ആയത്ത് നോക്കി, ഇതിൽ എന്താ ഉള്ളത്? കുൽ. ആ, കുൽ എന്നുള്ള അമ്രാണ് അല്ലേ? കുൽ എന്നുള്ളത് അമ്രാണ്. അതിന്റെ മുതാരി എന്താ വരിക നോക്ക് നിങ്ങള്. കാല യഖൂലു. യഖൂലു. ആ മുതാരിന്റെ യാ കളഞ്ഞപ്പോ കണ്ടോ, കാഫിനിക്ക് ലമ്മാണ്, കാഫിന് അർക്കത്തുണ്ട്. അപ്പൊ കൂൽ എന്ന് പറയും, കൂൽ എന്നാവൂല. കാരണം വാവും ലാമും ഇൽത്തിക്കാവു സാക്കിനായപ്പോ വാവിനെ കളഞ്ഞു. അപ്പൊ കുൽ. രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടാൻ പാടില്ല അറബി നിയമം. പിന്നെ അഊദു, അഊദു ബി റബ്ബിൻ നാസ് അല്ലേ? ഈ സൂറത്താട്ടോ ലാസ്റ്റത്തെ. നല്ല സംശയം. അപ്പൊ എന്നല്ലേ വരണ്ടേ അല്ലേ? പക്ഷെ ഈ ഹംസ ഹംസ ഉള്ള ഇത് ചില സമയത്ത് ഹംസ കളഞ്ഞു പോകും. ഹംസന്റെ ഒരു പ്രത്യേകതയാണ്. ആ ഹംസനെ കളഞ്ഞു അവിടെ, എന്നിട്ട് ഹുദു നേരെ പറഞ്ഞു. അതിന്റെ ഹുദു എന്നാണ് അതിന്റെ അമ്പ് വരിക. അതെ, കുലു കുൽ കുലു എന്ന് പറയില്ലേ, നിങ്ങൾ ഭക്ഷിച്ചു. ഇവിടെ അഊദു മുതാരിയാണ് അല്ലേ? അഊദു, ഞാൻ കാവൽ ചോദിക്കുന്നു. മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. അതെന്താ മുതാരി? അതിന്റെ അമ്പർ എന്തായിരിക്കും? വസ്വിസ്. വസ്വിസ് ആണോ? ആ യാ കളഞ്ഞാൽ മതി. യാ കളഞ്ഞിട്ട് എന്താണോ? വസ്വിസ്. യെസ്. അടുത്ത നോക്കി, ഇവിടെ പിന്നെ കുല്ലാഊദ് നമ്മൾ പറഞ്ഞു. മിൻ ശർരി മാ ഖലഖ, അതിൽ ഏതെങ്കിലും ഫീൽ ഉണ്ടോ? ഖലഖ, ഇത് മാലിയട്ടാ. ഖലഖ. മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ ഉണ്ടോ? വഖബ നമ്മൾ നിർത്തുമ്പോൾ വഖബ് എന്ന് പറയും. മിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് ഉണ്ടോ? യഖിബു, യഖിബു എന്ന് വരിക. ഫാഫീല് ഇല്ലത്തിന്റെ അക്ഷരാകുമ്പോ അതിന്റെ യഫീല് വസനിക്ക് വരുമ്പോ വാവ് പോകും. അതിന്റെ നമ്പർ അങ്ങനെ വരാം, കിബ് എന്ന് വരാം. ഹസദ മാലി, ഹസദ യഹ്സുദു, അമ്രത് വരും. ഉഹ്സുദ് ഇത് വരും. ഉഹ്സുദ്. ഖലഖ യഖ്ലുഖു, അമ്ര എങ്ങനെ വരും? ഉഖ്ലു. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വലത് എലിദ്. യെസ്. ഉപയോഗത്തിലില്ല. എന്താ ഉണ്ടാകുക? ലം യക്കുൻ, ഇതുണ്ട്, ഇതിന്റെ ഉണ്ട് നമുക്ക്. യാ കളഞ്ഞു നോക്ക്. കുൻ അല്ലേ? ഇപ്പുറത്ത് തബ്ബത്ത് യദാ അബീ ലഹബിൻ വത്തബ്. തബ്ബത്ത് എന്താ? മാലിയാണോ മുതാരിയാണോ? യദാ
അബീ ലഹബിൻ വത്തബ് അതും മാറി. മാ അഗ്ന അല്ലല്ല ഫഅല സുലാസി മുജറദ് തന്നെയാണ്. തബ്ബ അതെ തബ്ബത്ത് കയ്യ് കയ്യല്ലേ കൈ കയ്യ് എന്താ പെണ്ണായിട്ട പരിഗണിക്കുക കയ്യിനെ. തബ്ബ തബ്ബ യത്തിബു എല്ലാ തബ്ബൻ അമ്പ്രങ്ങനെ തബ്ബൻ എന്ന് വരും. തബ്ബൻ ലക്കയ എന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസിൽ കാണാം. മാ അഗ്ന അങ്ങനല്ല. ഫഅലൻ മസ്ദർ ഫഅലൻ ഫഅൽ എന്നുള്ള മസ്ദറാണ് സാധാരണ എന്ത് ചെയ്യുക എല്ലാത്തിലും വരിക. എല്ലാത്തിൻ്റെയും യഥാർത്ഥ മസ്ദർ ഫഅലൻ എന്നുള്ളതാണ്. പിന്നെ അത് തെറ്റുന്നത് വേറെ പല കാരണങ്ങളെ കൊണ്ടാണ്. തിബ്ബ അല്ലേ? അല്ല തിബ്ബാന്നേ വരുള്ളൂ. തിബ്ബാന്നേ വരുള്ളൂ. അത് ഇതായതുകൊണ്ട് അത് ഈ മുലാഫ ആയതുകൊണ്ട് അതിലെന്താണ് മുലാഫ ആയതുകൊണ്ട് അതിന് ചെറിയൊരു ഇതുണ്ട്. മദ്ദ മുദ്ദു അതിന്റെ അമ്പർ മുദ്ദ എന്ന വരിക. മുദ്ദ ഉദ്ദുദ് അങ്ങനെയും പറയും. ഇതിന്റെ ഉത്തുബു തബ്ബ യത്തുബു തബ്ബ യത്തുബു ഉത്തുബു അല്ലെങ്കിൽ തുബ്ബ നമ്പർ വരും. ആ മദ്ദന്റെ അതെ അതെ ഉംദുദ് യമീനക എന്ന് പറഞ്ഞു കൈ നീട്ടിത്തരൂ. നബിയെ നിങ്ങളുടെ രണ്ട് കൈകൾ നീട്ടിത്തരും. കൈ തഹ്ലാ ബിഹാ ഷഫത്തി എന്റെ ചുണ്ടിൽ ഒന്ന് അമർത്തി വെക്കാൻ. അപ്പൊ അവിടെ ഉംദുദ് അതിന്റെ അമർ ഉംദു എന്ന് പറയും മുദ്ദ എന്ന് പറയും. നമ്മൾ പറയും പഠിക്കും മുലാഫിൽ വരും. കസബ മാലി അഗ്ന യുഗ്നി അതിന്റെ അമർ അഗ്നി എന്ന് വരും. അഗ്ന യുഗ്നി യു എന്ന് പറഞ്ഞു നോക്ക്. യു അഗ്നി എന്നല്ല നമ്മള് യു അക്രിം എന്ന് പറഞ്ഞില്ലേ നേരത്തെ. അതേപോലെ അതിന്റെ അസില് നമ്മൾ അവിടെ അലിഫ് ആയതുകൊണ്ട് കളഞ്ഞതാണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യും? അലിഫല്ല സോറി ഹംസ തെർക്കി ചെയ്യപ്പെട്ടു. അതിനെ നമ്മളവിടെ കൊണ്ടുവന്നു അസിലേക്ക് നോക്കിയിട്ട് ചെയ്തു. സയസ്ലാ നാറൻ ദാത്ത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹത്തബ് ഫീ ജിദിഹാ ഹബ്ലുൻ മിൻ മസ്ദ്. ഇനി നോക്കി ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ്. കണ്ട അംർ സബ്ബഹ യുസബ്ബിഹു സബ്ബിഹ് വസ്തഗ്ഫിർഹു. കണ്ട ഈ അലിഫ് കണ്ടങ്ങള് ദംറാണ്. ഇസ്തഗ്ഫറ യസ്തഗ്ഫിറു അലി യാ കളഞ്ഞു. പിന്നെ സുക്കൂനുള്ളതാണ് അലിഫ് കൊടുത്തു. വസ്ലിന്റെ അലിഫ് ആയതുകൊണ്ട് ഇവിടെ സൈലന്റ് ആക്കി. ഇസ്തഗ്ഫിർ എന്നാണ് നമ്മൾ വരിക. ഇസ്തഗ്ഫിർ വാ വന്നതുകൊണ്ട് ചേർത്തി ഓതുകൊണ്ട് അലിഫ് ഉച്ചരിക്കാത്തത് വസ്തഗ്ഫിർ. അപ്പോൾ ഇതിലെ രണ്ടാം പെറുപ്പം നമ്മൾ കണ്ടല്ലോ. അതിന്റെ മുതാരിയോ മുതാരി എറ എന്ന് പറയും. ഒറ്റ
അക്ഷരത്തിലാണ് അമ്ര വരിക. പക്ഷെ അങ്ങനെ ഒറ്റ അക്ഷരത്തിൽ ഫീൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വഖഫ് ചെയ്തിട്ട് നിർത്തും. ഹാഉമ നിർത്തും. റ അതുപോലെ ഖി വഖായ ഖി അതിന്റെ അമ്ര ഖി എന്നാണ്. അത് നമ്മൾ നിർത്തുന്ന സമയത്ത് ഖി എന്ന് പറയും. ഖി. അല്ല വഖ എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ചു. വഖീനാ അദാബന്നാർ കാക്കണം എന്ന് പറയില്ല. വഖ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കും. ആ അതെ അതെ. അതന്നെ. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. ഇല്ല ആ ഇതിലുണ്ട്. ഇതിലൊരു അമ്രുണ്ട് പറയാം. ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി സല്ലി സല്ലാ യുസല്ലി എന്നാണ്. ഈ നമ്പർ സല്ലി. നമ്പർ എന്താണ്? അല്ല അതെന്താണ് സല്ലാന്നാണ്. ആ സല്ലാന്നാണ്. ഫഅല വസനാണ്. അതാണ് സ്വല്ല. ആ ഉണ്ട്. ആ യാമം ഇതിലില്ലാത്തത് അത് കളഞ്ഞുകൊണ്ടാണ്. ഇത് അമ്രായതുകൊണ്ടാണ്. അത് യാത് കളയും അമ്ര. മറ്റേതില് സല്ലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളടത്ത് നമ്മൾ സൊല്ലാന്ന് എഴുതുമ്പോൾ എന്ത് ഒരു യാ എഴുതും. പിന്നെ ഫസല്ലി ലി റബ്ബിക. ആ പിന്നെ ഒരമ്രം കൂടി ഉണ്ട്. വൻഹർ. നഹറ യൻഹറു. നഹറ യൻഹറു. അവിടെ എന്ത് ചെയ്തു? സുക്കൂൻ ആയതുകൊണ്ട് ഒരു വസന്റെ അലിഫ് കൊടുത്തു. ഓക്കെ, അത് മതി. സമയം കുറച്ചായി. അപ്പം നമ്മൾ അമ്രിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓതുന്ന സമയത്ത് ഇങ്ങനെ കുറേ അമ്രുകൾ കാണും. ഇതൊരു അമ്ര ഗായിബ്. ഫൽയഅ്ബുദൂ ലിയഅ്ബുദൂ എന്നുണ്ടാവുക. അമ്ര ഗായിബാണ്.